വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള രക്ഷ ഉറപ്പാണ് എന്ന് ദാവീദ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് 33-ാം സങ്കീർത്തനം. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 33-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പു നൽകുന്നതാണ് 34-ാം സങ്കീർത്തനം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34-ാം അധ്യായം 7-ാം തിരുവചനം 7-8 തിരുവചനങ്ങൾ. 35-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ശത്രുക്കളെ നേരിടുമ്പോൾ ദൈവത്തോട് നീതി തേടുന്നു. അവൻ ദൈവത്തോട് തൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നു. ദൈവം പ്രതികരിക്കുമെന്ന വിശ്വാസം പ്രകടമാക്കുന്നു. കർത്താവെ, എത്ര നാൾ ഇത് നോക്കി നിൽക്കും? അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് ദാവീദ് കർത്താവിനോട് യാചിക്കുന്നു. ദുഷ്ടരുടെ മനസ്സിൽ ദൈവഭയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയയും വിശ്വാസവും ആകാശത്തോളം ഉയർന്നിരിക്കുന്നുവെന്നും ദൈവം മനുഷ്യനും മൃഗത്തിനും സംരക്ഷണം നൽകുന്നുവെന്നും അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശമെന്നും ദാവീദ് 36-ാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.